സത്യസന്ധമായിട്ട് പറയാം, നിങ്ങളെല്ലാവരെയും പോലെ ഞാനൊരു മൃഗസ്നേഹിയാണ്. ഞാനൊരു മൃഗവിരോധിയോ കാര്യങ്ങളോ ഒന്നുമല്ല. ആണ് റീസെൻ്റായിട്ട് നടന്ന ന്യൂസുകളാണ്. റീസെൻ്റായിട്ടെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ചാനലിലെ മാത്രം ന്യൂസുകളാണ്. എത്ര പേരാണ് ഈ നായയുടെ ആക്രമണം അല്ലെന്നുണ്ടെങ്കിൽ ഈ പട്ടികളുടെ ആക്രമണം കൊണ്ട് എന്താ പറയുക ദുരിതം അനുഭവിക്കുന്ന അറിയാമോ? ഏകദേശം 10,000 ആൾക്കാരൊന്നുമല്ല ഒരു വർഷം പട്ടി ആക്രമിക്കുന്നത്. അതിൽ കൂടുതൽ ആൾക്കാരെ ഈ പട്ടി ആക്രമിക്കുന്നത്. ഞങ്ങളുടെ വീടിൻ്റെ തൊട്ട് പുറകിൽ ഞങ്ങളുടെ സ്ഥലം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ആലപ്പുഴ ജില്ലയിൽ കായംകുളത്തിനടുത്ത് മുതുകുളം എന്ന് പറഞ്ഞ ചെറിയ ഗ്രാമത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. എൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് മിനിമം ഒരു 10-25 പട്ടിയെങ്കിലും ഉണ്ട്. മനുഷ്യന് രാത്രിയിലും പകലും എങ്ങോട്ട് ഇറങ്ങി നടക്കാൻ പറ്റാത്തൊരവസ്ഥ എന്ന് ആലോചിക്കുക. റോഡിൽ അല്ലെന്നുണ്ടെങ്കിൽ രാവിലെ എക്സസൈസ് വ്യായാമത്തിന് നടക്കാൻ പോകുന്ന ആൻറ്റിമാരെ പട്ടി അടിക്കുന്നു. അവസ്ഥയൊന്ന് ആലോചിച്ച്. നിങ്ങൾ മൃഗസ്നേഹികളാണോ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളെ മൃഗസ്നേഹം വലിയ കുറ്റകരമുള്ള സംഭവം ആയിരുന്നുണ്ടെങ്കിൽ മൃഗങ്ങളെ സ്നേഹിക്കാൻ നല്ല കാര്യമൊക്കെ സംഭവമൊക്കെ ശരിയാണ്. പക്ഷേ ബാക്കിയുള്ളവർക്ക് ദ്രോഹം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ നേരത്ത് ഞാനിപ്പോൾ നോക്കുന്നത് ഒരു പറമ്പിലോട്ടാണ്. ആ പറമ്പിൽ ഇപ്പം എനിക്ക് നിലവിലൊരു 7 പട്ടിയെ കാണാൻ പറ്റുന്നുണ്ട്. 7 പട്ടിയെ. അവസ്ഥയൊന്നും ആലോചിച്ച്. ഒരു കൊച്ചു കുഞ്ഞ് ഇപ്പോൾ എനിക്കിപ്പോൾ എന്ന് പറയുന്നത് ഒരു കട്ടി എടുത്തിട്ട് എറിയാനുള്ള ഒരു ആംബിയറുണ്ട്. ഒരു കൊച്ചു ഞങ്ങളങ്ങനെ ഒരു കൊച്ചു കൊച്ചുള്ളതാണ്. അതിന് പോലെയും വിശ്വസിച്ച് ഉള്ളിലോട്ട് ഇറക്കി വിടാൻ പറ്റാത്ത ഒരു മുറ്റത്തിൽ നിന്ന് കളിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഈ ഏരിയ ഒരു 10-12 പൂച്ചകളുണ്ടായിരുന്നു. ഒരു ഒറ്റ പൂച്ച പോലും ഇപ്പോൾ ഇല്ല. മൊത്തത്തിനെയും പട്ടി പിടിച്ച് കൊന്നു. പൂച്ചയും പട്ടിയൊക്കെ ആകുമ്പോൾ പിടിച്ചു കൊല്ലുമായിരിക്കും. അതുപോലെ ഓരോ ആൾക്കാരുടെ വീട്ടിലെ കോഴികൾ ഈ സാധനത്തിനെ കൊണ്ട് ഭയങ്കര നാശമാണ് കേട്ടോ. നിങ്ങൾ ഈ കാണുന്ന ഇത് എത്ര പേര്, ഒന്നാമത്തെ കാര്യം നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒരുപാട് ആൾക്കാരൊന്ന് എത്തിക്കാവോ? അപ്പം നല്ല സത്യമായിട്ടും വലിയ ഉപകാരമായിരിക്കും. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിലും വേണ്ട, ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് ബാക്കിയുള്ളവരിലേക്ക് ഒന്ന് എത്തിക്കുക സാധനം. എത്ര പേര് ഇനിയും പട്ടിയുടെ കൊണ്ട് ചാവണം നിങ്ങളെന്ന് പറയാം. ഈ പുല്ല് കടിച്ചു കഴിഞ്ഞാൽ ഇഞ്ചക്ഷൻ എടുക്കാൻ നടക്കണം. എത്ര ദിവസം നടക്കും? ഒരു ദിവസം കൊണ്ട് ഇഞ്ചക്ഷൻ എടുത്ത് തീരത്തുമില്ല. 3-4 ദിവസം നമ്മുടെ പോക്കും കാര്യങ്ങളും എന്തെങ്കിലുമൊക്കെ സംഭവം കണ്ടാൽ അത് മൊത്തം പെൻഡിങ്ങാണ്. എന്നിട്ട് ഇങ്ങനെ പറയുന്ന ആൾക്കാരെ മൃഗസ്നേഹിയല്ല, ക്രൂരൻ. എനിക്ക് ഇതിനോട് ക്രൂരതയൊന്നുമില്ല. നിങ്ങൾ അത്രയ്ക്ക് സ്നേഹമുള്ളവരാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇതിനെ എടുത്ത് വീട്ടിൽ കൊണ്ടുപോകുമോ? എനിക്ക് ഒരു വിഷമവും ഇല്ല. നിങ്ങൾ കൊണ്ടുപോവോ, വളർത്തുവോ, തിന്നുവോ, എന്തുവോ വെച്ചാൽ നിങ്ങൾ ചെയ്യോ. ഇതിനെ എങ്ങനെയല്ല ഇവിടെ നിന്ന് ഒഴിപ്പിക്കുക. പണ്ട് കുറച്ച് നാളുകൾക്ക് മുന്നേ ഒന്നും ഇത്ര നാശമില്ലായിരുന്നു. അതിനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് ഞങ്ങളുടെ വാർഡ് മെമ്പറും കാര്യങ്ങളൊക്കെ കുറച്ച് ഇടപാടുകളൊക്കെ ചെയ്ത് അതിനെയൊക്കെ ഒന്ന് നീറ്റാക്കി എല്ലാം ഒന്ന് ഒതുങ്ങിയതായിരുന്നു. ഈ ഒരു 3-4 വർഷത്തിനകമാണ് ഇത്രയും ബ്രീഡായത്. ഇപ്പം നിലവിൽ 2 പട്ടി കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞാൽ അത്ര കുഞ്ഞുങ്ങളല്ല, ഏതൊരു 3-4 മാസം പ്രായമായ കുഞ്ഞുങ്ങൾ വരെ ഉണ്ട്. ഭയങ്കര നാശമാണ്, ഭയങ്കര അഗ്രസീവാണ്. നിങ്ങൾ ദൈവത്തെ ഓർത്ത്, സർക്കാരാണെന്നുണ്ടെങ്കിലും പോലീസാണെന്നുണ്ടെങ്കിലും ആരെങ്കിലുമൊക്കെ ദൈവത്തെ ഓർത്ത് ഈ സാമാന്യത്തിനെല്ലാം ഇവിടെ നിന്ന് കൊണ്ടുപോകാവോ? ഒരു അപേക്ഷയായിട്ട് കാണണം. നാട്ടുകാർക്ക് കിടന്നുറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. ആൾക്കാർക്ക് വ്യായാമം ചെയ്യാൻ രാവിലെ അമ്പലത്തിൽ പോകണ്ട, അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകണ്ട, പിള്ളേർക്കൊന്ന് കളിക്കണ്ട. ഇനി വെക്കേഷനാണ് വരാൻ പോകുന്നത്. ഈ ചൂടും കൂടെ ഈ കോപ്പിനെല്ലാം പെയ്യും കീയൊക്കെ വരുമ്പോൾ തമ്പുരാനറിയാം. ഒന്നും പറയാൻ പോലും പറ്റത്തില്ല. നിങ്ങൾ ദൈവത്തെ ഓർത്തി സാമാന്യത്തിന് എല്ലാം ഒന്ന് ഒഴിപ്പിച്ചതായി നാശത്തിനെ. ഇത്രയേ ഉള്ളൂ പറയാൻ. വേണ്ട പറ്റുവാണെന്നുണ്ടെങ്കിൽ അവരെണ്ണോടെ കിടപ്പുണ്ട്, നിങ്ങളെ കാണിച്ചു തരാൻ പറ്റുമോ നോക്കട്ടെ. ബാക്കിയല്ല അതിനപ്പുറത്ത് കണ്ടോ. ഞാൻ കള്ളം പറഞ്ഞില്ല, സത്യമായിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ എത്തിക്കാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ കുറേ എണ്ണത്തിനെടുക്കുന്ന എത്തിച്ചു കൊടുക്കും. മൃഗസ്നേഹികൾ, അണ്ണന്മാർ, വലിയ ആൾക്കാരെന്നൊക്കെ പറഞ്ഞ് നടക്കുന്നവന്മാരൊക്കെ. അങ്ങനെയെങ്കിൽ ഈ സാമാനൊക്കെ ഒന്ന് ഒഴിഞ്ഞു പോട്ടെ. വേണ്ട കൊച്ചു പട്ടി തോണ്ടേ എന്ത് ആ മരത്തിൻ്റെ മറവിന് പോയിക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നത്. തെങ്ങിൻ്റെ അപ്പുറത്തുണ്ട്. അതുപോലെ അവിടെ മൊത്തം പോച്ചയാണ്. എന്നിട്ട് അവിടെയും കൂടെ ഞാൻ കാണിച്ചു തരാമായിരുന്നു. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഷെയർ ചെയ്ത് എത്തിയിട്ട് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാ എണ്ണവും അറിയട്ടെ. നാട്ടുകാരും പോലീസുകാരും എല്ലാം അറിയട്ടെ. ഈ സാമാനത്തിനെയൊക്കെ തൊടാൻ പറ്റത്തില്ല, അപ്പം കേസാണ്.